ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനും ജോലി അന്വേഷിച്ച് വരുന്നവർക്കും ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ബ്ലോക്ക്ഡ് അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്? ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമുക്ക് ഓൺലൈൻ വഴി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ബ്ലോക്ക്ഡ് അക്കൗണ്ടിലുള്ള പൈസക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജർമ്മനിയിൽ എന്താണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്? ജർമ്മൻ ലാംഗ്വേജിൽ ഇതിനെ സ്പെർ കോണ്ടോ എന്നാണ് പറയുന്നത്. സ്റ്റുഡന്റ് വിസയോ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയോ ജോബ് സീക്കർ വിസയോ എന്നീ വിസയിൽ ജർമ്മനിയിലേക്ക് വരുന്നവർക്ക് ജർമ്മനി വന്നിട്ട് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് എങ്ങനെ കവർ ചെയ്യും എന്നതിന്റെ ഒരു പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിക്കേണ്ടതായിട്ട് വരും. ആ പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. ഇനി നമുക്ക് ഓൺലൈൻ വഴി ബ്ലോക്ക്ഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് സ്ക്രീൻ ഷെയറിംഗ് വഴി നോക്കാം. ആദ്യമേ നമ്മൾ findiba.com എന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ പോയിട്ട് ഗെറ്റ് ഫിൻഡിബ പ്ലസ് നൗ എന്ന ഓപ്ഷനിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ ലോഗിൻ പേജ് കാണിക്കും. കറന്റ് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യുന്നില്ല. അതിന് പകരം ബാക്ക് പോകുമ്പോൾ ഹൗ ക്യാൻ വി അസിസ്റ്റ് യു ടുഡേ എന്ന പേജ് ആയിരിക്കും കാണിക്കുന്നത്. അതിലെ ആദ്യത്തെ ഓപ്ഷൻ ഓപ്പൺ എ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്കാണ് പോവേണ്ടത്. അവിടെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ അവിടെ എസ് ആണ് കൊടുക്കുന്നത്. അപ്പോ കാൽക്കുലേറ്റ് യുവർ ടോട്ടൽ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നൊരു പേജ് കാണിക്കും. ഇവിടെ പെർ മന്ത് എത്രയാണോ ബ്ലോക്ക്ഡ് എമൗണ്ട് വരുന്നത് അത് നമ്മൾ ഇവിടെ കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് മന്ത്സും കൂടെ കൊടുക്കുക. അങ്ങനെ ഇത് രണ്ടും കൊടുക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നോ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ കാണിക്കേണ്ടത് അത് ഇവിടെ കാണിക്കും. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഞാനിവിടെ ഇന്ത്യ ആണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് നാഷണാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ചോദിക്കും. ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ കൊടുക്കാം, മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കാം. പിന്നെ ഡു യു ഹാവ് ആക്സസ് ടു പാസ്പോർട്ട് എന്ന് ചോദിക്കും. ഞാനിവിടെ എസ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ ഏജ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞാനിവിടെ 24 to 28 ഏജിന്റെ അകത്താണ് കൊടുക്കുന്നത്. നമ്മൾ ഒരു കൺട്രിക്ക് മുകളിൽ ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഏത് കൺട്രിയിലാണ് ടാക്സ് കെട്ടുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാനിവിടെ ഇന്ത്യ ആണ് കൊടുക്കുന്നത്. പിന്നെ ടിൻ നമ്പർ, ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ആർ യു ടാക്സബിൾ ഇൻ ദ USA എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഐ കൺഫേം ദാറ്റ് ഐ എം നോട്ട് എ US ടാക്സ് റെസിഡന്റ് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന കറന്റ് അഡ്രസ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഒരിക്കൽ കൂടെ അഡ്രസ് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ കൺട്രി, സിറ്റി, സ്ട്രീറ്റ് നെയിം, ബിൽഡിംഗ് നമ്പർ ഇതൊക്കെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ഒരിക്കൽ കൂടെ കൺഫേം ചെയ്യുക കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ യൂണിവേഴ്സിറ്റി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എപ്പോഴാണ് നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ആവുന്നതെന്നാണ് ഇവിടെ ചോദിച്ചേക്കണേ. ഞാനിവിടെ സമ്മർ സെമസ്റ്റർ 2025 ആണ് കൊടുക്കുന്നത്. ഏത് ജർമ്മൻ എംബസി ഓർ ഏത് കൗൺസിലിലാണ് അപ്ലൈ ചെയ്യുന്നത് അറിയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇവിടെ എസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ജർമ്മൻ എംബസിയുടെയോ അഥവാ കൗൺസിലിന്റെയോ നെയിം ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ജർമ്മൻ എംബസി ബാംഗ്ലൂർ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കാണിക്കും. അതിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ടിക്ക് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് താഴെ ഐ ഹാവ് റെഡ് ആൻഡ് ഡൗൺലോഡഡ് ഓൾ ദ എഗ്രിമെന്റ്സ് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഇൻഷുറൻസ് എഗ്രിമെന്റ്സ് എന്നൊരു പേജ് കാണിക്കും. അതിൽ പഴയ പോലെ തന്നെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും. അതൊക്കെ നമ്മൾ ടിക്ക് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഐ ഹാവ് റെഡ് ആൻഡ് ഡൗൺലോഡഡ് ഓൾ ദ എഗ്രിമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോ ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ ലോഗിൻ പേജ് അഗൈൻ കാണിക്കും. അപ്പൊ നമ്മളവിടെ ഇമെയിലും പിന്നെ ഒരു സ്ട്രോങ് പാസ്വേഡും കൂടെ കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ അക്കൗണ്ട് കൊടുക്കുക. അപ്പൊ നമ്മളെ മെയിലിൽ ഒരു കോഡ് വരും. അപ്പൊ മെയിലിൽ പോയിട്ട് കോഡ് നോക്കിയിട്ട് ഇവിടെ എൻറ്റർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വെൽക്കം ടു ഫിൻഡിബ എന്നൊരു പേജ് വരും. അവിടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ അവിടെ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് വീണ്ടും മെയിൻ പേജിലേക്ക് വരുമ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിലേക്ക് പോവുക. മുകളിൽ വെരിഫൈ യുവർ പാസ്പോർട്ട് എന്ന് വരും. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ മൈ ഫിൻഡിബയിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ പോയിട്ട് നമ്മൾ എപ്പോഴാണോ വരാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. പിന്നെ വീണ്ടും ഡോക്യുമെന്റ് സെക്ഷനിലേക്ക് വന്നിട്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് പാസ്പോർട്ട് വെരിഫൈ ചെയ്യുക. വെരിഫൈ യുവർ ഐഡന്റിറ്റി എന്ന് കാണിക്കും. അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ് ലൈവായിട്ട് വെബ്കാം വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പാസ്പോർട്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. താഴെ ചൂസ് ഡോക്യുമെന്റ്സ് ഉണ്ട്. അവിടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക.
ഇത്രയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം 1-2 ദിവസത്തിനകം നമുക്കൊരു മെയിൽ വരും. നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് റെഡി ആയി എന്നുള്ള മെയിലാണ്. അതിന്റെ അകത്ത് കറണ്ട് റൂൾസും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ റൂൾ പ്രകാരം മന്ത്ലി നമ്മൾ എത്ര രൂപയാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ ആ മെയിലിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുക ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഫിൻഡിബയുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ അകത്ത് പോവും. എന്നിട്ട് നമ്മൾ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പാസ്പോർട്ട് ഓൾറെഡി വെരിഫൈ ആയിട്ടുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ മൈ ഫിൻഡിബേ പോകുമ്പോൾ ഇവിടെ നമുക്ക് സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഞാനിവിടെ അത് ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെയിൻ പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫിൻഡിബ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് മുമ്പ് ഇല്ലായിരുന്നു. എന്നിട്ട് മേക്ക് ദ പേയ്മെന്റ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഏത് കൺട്രിയിൽ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഇന്ത്യ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എഗ്രിമെന്റ്സ് എന്നൊരു പേജ് കാണിക്കും. അതിന്റെ തൊട്ട് മുകളിൽ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇപ്പൊ റെഡിയാണ്, പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്ന രീതിയിൽ ഒരു കോട്ട് കാണിക്കും. അത് വായിച്ചിട്ട് നോക്കിയിട്ട് എഗ്രി കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പേയ്മെന്റ് പ്രൊവൈഡർ വെബ്സൈറ്റിൽ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് അത് കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റെഡി ടു മേക്ക് പേയ്മെന്റ് എന്നൊരു പേജ് ആയിരിക്കും വരുന്നത്. അതിന് താഴെ സ്റ്റുഡന്റ് എന്നൊരു സെക്ഷൻ കാണും. അതിന്റെ താഴെ നമ്മൾ ഇവിടെ ചോദിച്ചേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓർഡർ, ഡോക്യുമെന്റ്, പേയ്മെന്റ് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കൺഫേം കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പൊ അത്രയേ ഉള്ളൂ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ബൈ.